ഹലോ, നമ്മളിന്നൊരു ക്യുക്കായിട്ടൊരു പായസം ത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പൊൻകതിരിൻ്റെ പാലട മിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പായസം ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 500 ml വാട്ടർ നമ്മളിപ്പോൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാവാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഒരു 2 കപ്പ് 500 ml ആണ് വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ഒരു കൂട് പാല് നമ്മൾ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണതാണ്. അപ്പോൾ പാല് നമ്മളതിലേക്ക് ഒഴിച്ച് എന്നിട്ട് ഇത് ബോയിലാവാൻ വേണ്ടിയിട്ട് ബോയിൽ ജസ്റ്റ് ഒന്ന് ചൂടാവണം. എന്നിട്ടാണ് നമ്മൾ പിന്നെ പാലട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊൻകതിരിൻ്റെ പാലട മിക്സാണ് നമ്മൾ എടുത്തേക്കുന്നത് 2 പാക്കറ്റ്. അതിലിപ്പോൾ 1 പാക്കറ്റ് നമ്മൾ ആഡ് ചെയ്യും. അതിലുള്ള അടയൊക്കെ വെന്ത് വരാനായിട്ട് തന്നെ ഒരു ഏകദേശം 25 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ നമ്മളിപ്പം പാലൊഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ചെറുതായിട്ട് പാൽ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും നമ്മളതിലേക്ക് ഈ പൊൻകതിരിൻ്റെ 1 പാക്കറ്റ് പാലട മിക്സ് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇതിൽ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ലംസ് ഒന്നും ഫോം ആവാതെ നമ്മളത് ഇളക്കൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നെക്സ്റ്റ് പാക്കറ്റിൻ്റെ ഒരു ഹാഫ് പോർഷനും കൂടി നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലംസ് ഫോം ആവാതെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഇത്. ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇളക്കണമെന്നുണ്ടെങ്കിൽ ആ ഡയറക്ഷൻ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ പാലട മിക്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ കാഷ്യൂവും മുന്തിരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്കത് ഓൾറെഡി ഇതിൽ കാണാൻ പറ്റും. ആ മിക്സിൻ്റെ ഉള്ളിൽ തന്നെ കാഷ്യൂ നട്ട്സൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇളക്കൽ കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതൊരു കുറച്ചും കൂടി തിക്കൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി തിക്കായിട്ടുണ്ട് ആ പായസം. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള അട പാലടയിലുള്ള ചെറിയ ചെറിയ പീസസ് ഉണ്ടല്ലോ അടേൻ്റെ, ആ പീസസ് വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതാണ് ഈ 25 മിനിറ്റ്സ് നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് വേവിക്കണം. എന്നാലേ ആ അടയൊക്കെ കുറച്ച് വലുതായി അത് വെന്ത് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ 25 മിനിറ്റ്സ് നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഏകദേശം കുറച്ചൊരു തിക്ക് ആ അടയൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട്, കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇളക്കൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ കുറച്ചും കൂടി കൺസിസ്റ്റൻസി കുറച്ച് തിക്കായി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അട വെന്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി പാല് ഒരു കൂടിൻ്റെ പകുതി പാലും കൂടി നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ആവാൻ വേണ്ടിയിട്ട് അതിൽ കൊടുത്തേക്കുന്ന സ്റ്റെപ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ ഇപ്പോൾ കുറച്ച് തിക്കായല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പാൽ അതിലേക്ക് ഒരു ഹാഫ് കൂട് പാല് അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നതാണ്. അതിൽ കൂടെ പാലൊഴിച്ച് വീണ്ടും നമ്മൾ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി പാലൊഴിച്ച് എന്നിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോകുന്നതാണ്. ഒരു സ്പൂൺ നെയ്യാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് അതിലേക്ക് ഇടുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ വരും. നമ്മൾ ആ നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മളുടെ ഈ
ഇത് മിക്സ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് ഇടാൻ പോണത് മിൽക്ക് മെയ്ഡ് നമുക്ക് എന്തോരം മധുരം ആണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് എല്ലാം ഒന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫൈനലായിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. അതെല്ലാം വെന്ത് നെയ്യ് ഒഴിച്ച് മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഫൈനലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി കാഷ്യൂ നട്ട്സ് കുറച്ചും കൂടി നമ്മൾ ഒന്നും കൂടി വറുത്തിട്ട് അതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ നെയ്യിലാണ് നമ്മൾ കാഷ്യൂ നട്ട് വറക്കണത്. അപ്പോൾ ചെറിയൊരു പാൻ നമ്മൾ ചൂടാവാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യ് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഒന്ന് ചൂടായ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മളതിൽ നെയ്യ് ഇട്ട് കൊടുക്കും. നമ്മളൊരു സ്പൂണ് നെയ്യ് അതിലിട്ട് കൊടുത്ത് നെയ്യൊന്ന് മെൽറ്റാവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതൊന്ന് മെൽറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യും. അപ്പോൾ നെയ്യ് മെൽറ്റായിട്ടുണ്ട്, അതൊന്ന് ചൂടായി. അപ്പോൾ നമ്മളതിലേക്ക് കാഷ്യൂ നട്ട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണേ ഉള്ളൂ. അപ്പോൾ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്തു. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ്സ് നമ്മളൊന്ന് ഇങ്ങനെ ആക്കുക. അതൊരു നന്നായിട്ട് ബ്രൗൺ കളർ ആവണം എന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ക്രിസ്പി ആവണം വരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ ആയ കളർ ആകുമ്പോൾ തന്നെ നമ്മളതെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പാലട റെഡി ആയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് പാലടേൻ്റെ ഫൈനൽ ലുക്ക്. യെസ്, താങ്ക് യു.